ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോമിയോസ്റ്റാസിസിനെ പറ്റിയിട്ടാണ്. ഹോമിയോസ്റ്റാസിസ് എന്ന് നിങ്ങൾ ഒരുപാട് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കേണ്ട ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡീൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലും എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസിങ്. അതായത് നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബോഡിയിലെ എല്ലാ വേരിയൻസിനും ഒരു സെറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മുടെ ബ്ലഡ് pH ലെവൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പോയിൻറ്റിൽ സ്റ്റേ ചെയ്യുന്ന ഇത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ, ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ കണക്ട് ചെയ്തിട്ടായും കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ തന്നെ നോക്കാം. നമ്മുടെ ബോഡിക്ക് ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. ആ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി മെയിൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. ഓക്കെ, നമുക്കൊരു ഹോട്ട് ടെമ്പറേച്ചറുള്ള എൻവയോൺമെൻറ്റ് തന്നെ എടുക്കാം. അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മളുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവ്സ് ഒരു സെൻസറായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഈ നെർവ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യും, ഇങ്ങനൊരു വേരിയബിൾ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ കൗണ്ടർ ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ സ്വെറ്റ്സ് നമ്മുടെ ബോഡീനെ ഒന്നും കൂടെ കൂൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു സ്വെറ്റ് നമ്മുടെ സ്കിന്നിൽ നിന്നും ഇവാപ്പറേറ്റായി പോകുന്നതോടു കൂടി തന്നെ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ ലോ ആവാൻ തുടങ്ങും. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്കിന്നിലൊക്കെ റെഡ് കളേഴ്സ് ചിലപ്പം കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ഈ ബ്ലഡ് വെസൽസ് വൈഡർ ആവാൻ തുടങ്ങും, അതായത് ഡയലേറ്റ് ആവാൻ തുടങ്ങും. ഡയലേറ്റ് ആവുമ്പോൾ തന്നെ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു ഡയലേഷൻ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വാസോ ഡയലേഷൻ നടക്കുന്നുണ്ട്. ബോഡിയിൽ റെഡ് കളേഴ്സ് വരാൻ ചാൻസ് ഉണ്ടാക്കും. സോ ഈ ഒരു ടീം ഓഫ് ആക്ഷൻസ് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ലോ ടെമ്പറേച്ചറുള്ള കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വെറ്റ് പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. എന്നിട്ട് മസിൽ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഷിവറിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഷിവറിങ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. ഈ തണുത്തിരിക്കുമ്പോൾ ബോഡി ഷിവർ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? സോ ഇവിടെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഇതിൻ്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ സൈസ് കുറയ്ക്കാൻ തുടങ്ങും, അതായത് കൺസ്ട്രിക്റ്റ് ആവാൻ തുടങ്ങും. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഉണ്ട് ഈ ഹോമിയോസ്റ്റാസിസിൽ. ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. ഇതിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വേരിയബിൾ ട്രിഗർ ചെയ്യുന്നത് ഇതിൻ്റെ കൗണ്ടർ ആക്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലിലൊരു സെറ്റ് പോയിൻറ്റിലേക്ക് ഈ ബോഡീൻ്റെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണോ വന്നിട്ടുള്ളത് അതിനെ ഒരു സെറ്റ് പോയിൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ബോഡി ടെമ്പറേച്ചറിൻ്റെ ഹോമിയോസ്റ്റാസിസ് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനൊക്കെ. ഇനി ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്, അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മിക്കവാറും പോകാറുള്ളത്. അതെങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഗ്ലൂക്കോസ് റെഗുലേഷനിലും മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം തന്നെയാണ്. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഏറ്റവും ഹൈ പോയിൻറ്റിലെത്തുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകതരം ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ
ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഏറ്റവും കുറയുന്നൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജീസും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ വരും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ബോഡിക്ക് ഗ്ലൂക്കോസ് വേണ്ടി വരും. അപ്പം നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഈ ഗ്ലൂക്കഗോൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ നിന്നും ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അതാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. സോ ഇവിടെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണെങ്കിൽ പോലും പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണെന്ന് കൂടി നമുക്കെന്താണ് അറിയേണ്ടതുണ്ട്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റ് പോയിന്റിലേക്ക് ഈ ബോഡി ആക്ടിവിറ്റീസിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം കൗണ്ടർ ആക്ടിങ് റെസ്പോൺസ് എന്ന് പറയുന്നത് വേരിയബിൾസിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്താണ് വേരിയബിൾസ് ഉള്ളത് അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ നടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസവും നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസവും കാണാൻ പറ്റും. ഇതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് വന്ന് ഫർദർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷനാണ് നടക്കുന്നത്. ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ സ്റ്റിമുലസ് വന്ന് റെസ്പോൺസ് വന്ന് കൗണ്ടർ ആക്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ടു സെറ്റ് പോയിൻ്റാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് ചൈൽഡ് ബർത്തും നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചറും ഒരു എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കണ്ടീഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും? ഇൻസുലിൻ പ്രൊഡക്ഷനാണ് എന്താണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് പാൻക്രിയാസ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? അത് എഫക്റ്റ് ചെയ്യും. സോ ബോഡിയിലെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് ഫെയിലർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഓവറോൾ ബോഡിയിലുള്ള എല്ലാ ഗ്ലൂക്കോസും നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സെൽസിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഈ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഗ്ലൂക്കോസിനെ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിത് ATP എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. സോ ഇതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.